വളരെ കാലമായി ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആയുധം, എല്ലാ ആയുധങ്ങളും ഇസ്രായേലിന് അമേരിക്ക നൽകിയിട്ടും നൽകാതിരുന്ന ഒരേ ഒരു ആയുധം, അതിപ്പോൾ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേലിന് നന്നായി അറിയാം, ഇറാനെ എത്ര ആക്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത ചിലതുണ്ട് ഇറാനിൽ. അതിന് ഇസ്രായേലിൻ്റെ പക്കൽ ആയുധവുമില്ല. ആ ആയുധം ലോകത്ത് കൈവശമുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. അത് മറ്റൊന്നുമല്ല, GBU-57AB എന്ന പേരിൽ അറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റീവ് MOP എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ രാജാവ്. ആധുനിക സാങ്കേതിക വിദ്യയിൽ അമേരിക്ക നിർമ്മിച്ചിരിക്കുന്ന 30,000 പൗണ്ടുള്ള, അതായത് ഏകദേശം 13,600 കിലോഗ്രാം വെയിറ്റുള്ള 20 അടി നീളമുള്ള ഒരു പടുകൂറ്റൻ ബോംബ്. ഈ ബോംബിൻ്റെ പ്രത്യേകത എന്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പർവ്വത പ്രദേശങ്ങളും കനത്ത കോൺക്രീറ്റും തുളച്ചു കയറി ഭൂമിക്കടിയിലുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിയും. ഇവിടെയാണ് ഇസ്രായേൽ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അമേരിക്ക ഇത് ഇസ്രായേലിന് നൽകിയില്ല എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ പക്കൽ ഈ ആയുധമെത്തിയാൽ പശ്ചിമേഷ്യയ്ക്ക് അതൊരു തലവേദനയായി മാറുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ആയുധം അമേരിക്ക പുറത്തെടുത്തിരിക്കുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഇറാൻ അവരുടെ ഏറ്റവും വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ഒരു ആണവ കേന്ദ്രമുണ്ട്. ഇവിടെയാണ് ആണവ പോർമുനകൾ അവസാന ഘട്ടത്തിലാണ് എന്ന് ഇസ്രായേൽ പറയുന്നതും. 2009 വരെ ലോകത്തിൻ്റെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് അവരുടെ പുണ്യനഗരത്തിന് സമീപം പടുത്തുയർത്തിയ പർവ്വത നിരകൾക്ക് നടുവിൽ വളരെ ആഴത്തിൽ, ഏതാണ്ട് 80 മുതൽ 200 മീറ്റർ താഴത്തിൽ ഉയർത്തിയ ഒരു വലിയ ആണവ ഭൂഗർഭ നിലയം, ഫോർദോ എന്ന് പറയുന്ന ആ ആണവ നിലയം തകർക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ എക്കാലത്തിൽ ലക്ഷ്യം. ആ ആണവ നിലയം തകർക്കുന്നതോടുകൂടി ഇറാൻ അമ്പെ തകർന്ന് തരിപ്പണമാകും. ഇതിൻ്റെ വികിരണങ്ങൾ ഒരുപക്ഷെ ടെഹ്റാനിലടക്കം വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം. പക്ഷേ ഈ ബോംബ് ഉപയോഗിക്കുമ്പോൾ അത് ആ ഒരു ആണവ കേന്ദ്രം മാത്രം തകർത്തു പോകും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ഈ ബോംബ് പ്രവർത്തിക്കുന്നത് ഭൂതലത്തിൽ നിന്ന് താഴേക്ക് 80 മീറ്റർ മുതൽ 200 മീറ്റർ വരെ തുളച്ചു കയറും. ഇതിനുശേഷം ഈ ബോംബിലുള്ള മറ്റു ബോംബുകൾ പ്രവർത്തനം ആരംഭിക്കും. അനുസ്യൂതം അത് വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടാക്കി പൂർണ്ണമായി തന്നെ ആണവ നിലയം തകർക്കും. അങ്ങനെയെങ്കിൽ ഇറാന്റെ അവസാനത്തെ ഗർജനവും ഇനി തീരുവാൻ അധികം ദിവസങ്ങളില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എല്ലാം അവസാനിക്കാൻ 2 ആഴ്ച കൂടിയെന്ന്. ട്രംപ് പറയുന്നത് ഏത് നിമിഷവും അത് സംഭവിക്കുമെന്ന്. ടെഹ്റാനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമില്ല. ഒരുപക്ഷെ അണുവികരണമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ തന്നെയാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.